ഇപ്പോൾ കോമൺ ആയിട്ട് പ്രായപരിധി ഇല്ലാതെ അതായത് ചെറുപ്പക്കാരും പ്രായമുള്ള ഫാമിലി സഹിതം പോയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് അൽഫാം. അത് ക്യാൻസറിന് കാരണമാവോ? കരി പോലത്തെ സാധനം നല്ലതല്ല. ആ കരി ഈസ് ആക്ച്വലി ആ ബേൺഡ് ഹൈഡ്രോ കാർബൺസ് നല്ലതല്ല. പുക വലിക്കുമ്പോഴും ഹൈഡ്രോ കാർബൺസ് വലിക്കും. നമ്മുടെ റോട്ടിലെ പൊല്യൂഷനും ഇതുപോലത്തെ ഹൈഡ്രോ കാർബൺസ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ കെമിക്കൽസ് നമ്മൾ എക്സ്പോസ് ചെയ്യണത് നല്ലതല്ല. ആ സെയിം കണ്ടന്റ് ഇതും സെയിം സാധനം. വെരി സിമിലർ പ്രോഡക്ട്സ്, അതൊക്കെ ബേൺഡ് സാധനങ്ങളല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു 60-year-old ലേഡി ലങ് ക്യാൻസർ ആയിട്ട് വന്നു. പേഷ്യൻ്റെ മോൻ ഭയങ്കര ദാറ്റ് ഇസ് ഡോക്ടർ ക്യാൻസർ തന്നെയാണോ? എൻ്റെ അമ്മ പുക വലിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ പുക വലിക്കാറുണ്ട്. എനിക്കറിയണേക്കാളും നന്നായിട്ട് ഡോക്ടർ ഇപ്പോൾ കണ്ട ഡോക്ടറിനെ അതെങ്ങനെ അറിയാം എൻ്റെ മദർ സ്മോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കുറച്ച് ഹൗ ഡു യു നോ ദിസ് എന്നുള്ള ഒരു ഇതിലേക്ക് ആൾ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അമ്മ ചെറുപ്പത്തിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ, വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്? പിന്നെ 6-7 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ അന്നേ ഗ്രാൻഡ് മദറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ കുക്കിംഗ് എങ്ങനെയായിരുന്നു? വെറുതെ അത് ചുമരിന്റെ കളറൊക്കെ എങ്ങനെയായിരുന്നു? ബ്ലാക്ക്. അതിപ്പോൾ എവിടുന്ന ബ്ലാക്ക് വന്നേ? അപ്പോഴാണ് ആൾക്കൊന്ന് കത്തിയത്. അപ്പോൾ ആ സെയിം ഇത് എയറോടെ എല്ലാം അങ്ങോട്ട് എത്തിയത് അതവിടെ നിൽക്കുന്ന ആൾക്കാർ ശ്വസിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മദർ സ്മോക്ക് ചെയ്തിരുന്ന സിഗരറ്റ് വലിച്ചു എന്നല്ല. അപ്പോൾ ആൾക്കാർ ഡിഫറൻസ് മനസ്സിലായി. അപ്പോൾ ഈ കരി പോലത്തെ സാധനങ്ങൾ കെമിക്കലി നമുക്ക് കുറേ അറൌണ്ട് 200-300 years ആയിട്ട് അറിയാം ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്നുള്ളത്. കാരണം ചില ടൈപ്പ് ക്യാൻസേഴ്സ് പണ്ടേ ഈ ചിമ്നി സ്മോക്സ് അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് റിസ്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കുറച്ച് കാലമായിട്ട് അറിയണത് തന്നെയാണ്. അപ്പോൾ ഒരു അൽഫാം കഴിച്ചുകൊണ്ട് ഇപ്പോൾ ക്യാൻസർ വരണമെന്നില്ല. ബട്ട് അതിൻ്റെ മുകളിലത്തെ കരിഞ്ഞ ഭാഗങ്ങൾ കഴിക്കാതെ കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്.